വരുവാനായിട്ട് പോകുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയാൻ ലൂണയെ ടീമിൽ നിലനിർത്തുകയില്ല എന്ന തരത്തിലുള്ള ഒരുപാട് അപ്ഡേറ്റുകളാണ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞുപോയ ISL സീസണിൻ്റെ അവസാനം അദ്ദേഹത്തിനോട് കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായിട്ടൊരു മറുപടി നൽകാത്തത് തന്നെയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹത്തിൽ 2 വർഷം കൂടിയാണ് കോൺട്രാക്റ്റ് ഉള്ളത്. അതായത് 2027 വരെയാണ് ഈ ഒരു കോൺട്രാക്റ്റ് ഉള്ളത്. ഈ ഒരു കോൺട്രാക്റ്റ് നിലനിൽക്കെ താരം വരുവാനായിട്ട് പോകുന്ന ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ട് അണിയുകയില്ല എന്ന് പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, മാർക്കസ് മൃഗലാവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്നത് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനത്തിലായിരിക്കില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം, അതായത് അഡ്രിയാൻ ലൂണ എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന്. അതായത് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുന്നോ വേണ്ടയോ എന്ന് അദ്ദേഹം തന്നെ തീരുമാനം എടുക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്രാൻസ്ഫർ റൂമറുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതേസമയത്ത് ലൂണയുടെ പകരക്കാരുടെ പേരിലും പല താരങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇദ്ദേഹം തുടരണമെന്ന് തന്നെയാണ് ഒരുപാട് ആരാധകരുടെ ആഗ്രഹം. എന്നാൽ പോലും കഴിഞ്ഞുപോയ ISL സീസണിൽ ഇച്ചിരി നിറം മങ്ങിയ ഒരു പ്രകടനമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് സീസണെ വെച്ച് നോക്കുമ്പോൾ ഒരു മോശം സീസൺ തന്നെയായിരുന്നു കഴിഞ്ഞു പോയത്. എന്നാൽ പോലും അദ്ദേഹം എല്ലാ മേഖലയിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എടുത്ത് പറയേണ്ടതാണ്. ഇദ്ദേഹത്തെ നിലനിർത്തുവാനായിട്ടുള്ള സാധ്യതകൾ കുറഞ്ഞു വരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഇദ്ദേഹം ഇന്നലെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവച്ചതോടുകൂടിയാണ് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുകയില്ല, അതായത് ബ്ലാസ്റ്റേഴ്സ് ഇനി തുടരുകയില്ല എന്ന തരത്തിലുള്ള ആ ഒരു കാര്യത്തിന് ഒന്നും കൂടി ശക്തി പ്രാപിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് താനൊരു മൾട്ടി ടാസ്കർ ആണ് എന്നും തനിക്ക് ഒരേ സമയം കാര്യങ്ങൾ കേൾക്കുവാനും അതുകൊണ്ട് തന്നെ കാര്യങ്ങളിൽ വിസ്മരിക്കുവാനും അതുകൊണ്ട് തന്നെ മറക്കുവാനും സാധിക്കുമെന്നാണ് അദ്ദേഹം ആ ഒരു സ്റ്റോറിയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം തൻ്റെ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇഷ്യൂമായി ബന്ധപ്പെട്ട പുറത്തേക്ക് അദ്ദേഹം വിട്ടിട്ടുള്ള ഒരു സ്റ്റോറി ആണോ എന്നും ആരാധകർക്ക് നല്ല സംശയമുണ്ട്. എന്നാൽ പോലും അദ്ദേഹം ഈ ഒരു സ്റ്റോറി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടാണോ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് എന്നും ആരാധകർക്ക് നിലവിൽ സംശയമുണ്ട്. സോ ഈ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടായിരിക്കാം ഈ ഒരു സ്റ്റോറി പുറത്തേക്ക് വിട്ടതെന്ന് ഭൂരിഭാഗം ആരാധകർക്കും തോന്നുന്നത്. എന്നെങ്കിൽ പോലും ചില റൂമറുകൾ പോലെയുള്ള വാർത്തകൾ ഈ ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കേണ്ടതായിട്ടില്ല എന്ന് തന്നെയാണ് ഒരുപാട് അപ്ഡേറ്റ് അല്ലെങ്കിൽ പല നേരത്തെയുള്ള അപ്ഡേറ്റുകൾ, അതായത് ട്രാൻസ്ഫർ റൂമറുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് അദ്ദേഹം പേഴ്സണൽ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തതായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് തുടരുകയില്ല എന്ന തരത്തിലുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്തൊക്കെ വന്നാലും അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് നിലനിർത്തുവാനായിട്ട് ശ്രമിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.